சரி நான் பாத்துக்கிறேன். பயமா இருக்கு சார். நல்லவனா കെട്ടവനാ. സിനിമ ആസ്വാദകരുടെ ഒരു പ്രിയ താരമാണ് ഭരത്. ഭരത് അഭിനയിച്ച ഫോർ ദി പീപ്പിൾ, കാതൽ എന്നീ ചിത്രങ്ങൾ നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ല. അത്രത്തോളം ഗംഭീര പ്രകടനമായിരുന്നു ഈ ചിത്രങ്ങളിലൂടെയെല്ലാം ഭരത് കാഴ്ചവെച്ചത്. ഫോർ ദി പീപ്പിളിലെ ലജ്ജാവതിയെ എന്ന ഹിറ്റ് ഗാനത്തിന് ചുവടുവെച്ചത് ഭരതായിരുന്നു. ഇപ്പോഴിതാ ശ്രീ സെന്തിലിൻ്റെ സംവിധാനത്തിൽ ഭരത് നായകനായെത്തുന്ന പുതിയ തമിഴ് ചിത്രമാണ് കാളിദാസ് 2. തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഈ ചിത്രം നേടുന്നത്. 2019 പുറത്തിറങ്ങിയ ഹിറ്റു ചിത്രമായ കാളിദാസിൻ്റെ രണ്ടാം ഭാഗമായി എത്തിയ ഈ സിനിമയെക്കുറിച്ച് സങ്കീർണമായ ഒരു അവതരണമാണ് ഈ പറയുന്നത്. തികച്ചും ലളിതമായി പറയാമായിരുന്ന ഒരു ക്രൈം സ്റ്റോറിയെ അനാവശ്യമായി സങ്കീർണമാക്കി അവതരിപ്പിക്കുവാനാണ് സംവിധായകൻ ശ്രമിച്ചത് എന്നാണ് നിരൂപകർ പറയുന്നത്. സോറി സർ, அந்த பொண்ணை காப்பாற்ற முடியல. അനാവശ്യമായ ട്വിസ്റ്റുകളും ഓരോ നിമിഷവും ട്വിസ്റ്റുകൾ സൃഷ്ടിക്കുവാൻ വേണ്ടി കഥാഗതിയെ തന്നെ മാറ്റിമറിച്ചത് പ്രേക്ഷകരിൽ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നുണ്ട്. ഇത് പലപ്പോഴും സ്വാഭാവികത നഷ്ടപ്പെടുത്തി കൃത്രിമത്വം തോന്നിപ്പിക്കുവാൻ കാരണമാകുന്നുമുണ്ട്. ഇഴഞ്ഞു നീങ്ങുന്ന തിരക്കഥയാണ് മറ്റൊരു കാരണം. സിനിമയുടെ പ്രധാന പ്രമേയത്തിലേക്ക് കടക്കുവാൻ തന്നെ ചിത്രം ഏറെ സമയവും എടുക്കുന്നുണ്ട്. തിരക്കഥയുടെ ഈ ഇഴച്ചിലും അനാവശ്യ വലിച്ചു നീട്ടലും ചിത്രത്തിൻ്റെ ആസ്വാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ കാളിദാസ് എന്ന കേന്ദ്ര കഥാപാത്രമായി ഭരത് വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോൾ ഭവാനിശ്രീ, അജയ് കാർത്തി, അപർണ, ആനന്ദ് നാഗ്, സംഗീത തുടങ്ങിയവരാണ് മറ്റ് പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യവും ചെയ്തിരിക്കുന്നത്. ഒരു യുവ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും പുതുവത്സര ആഘോഷങ്ങൾക്കിടെ ഒരു കുട്ടിയെ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമാണ് ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയവും. ചുരുക്കത്തിൽ ആദ്യ ഭാഗം നൽകിയത്ര മികച്ചൊരു ത്രില്ലർ അനുഭവം നൽകുന്നതിൽ കാളിദാസ് 2 പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.